പാട്ടിന്റെയും തമാശകളുടെയും 7 മണിയിലേക്ക് ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ സീസൺ 6ലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ഗോൾഡൻ ടിക്കറ്റ് വഴി ടോപ്പ് സിംഗറിലേക്ക് കടന്നു വന്നിരിക്കുന്ന പുതിയ ആൾക്കാരുടെ പാട്ടുകളും ടോപ്പ് സിംഗർ തുടങ്ങിയപ്പോൾ തൊട്ടുള്ള ആൾക്കാരുടെ പാട്ടുകളും ഒക്കെ ആയിട്ട് അതിമനോഹരമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും പ്രേക്ഷകരെ കാത്ത ഒരുപാട് നല്ല നല്ല പാട്ടുകളും പെർഫോമൻസുകളും ഒത്തിരി വിശേഷങ്ങളും ഇരിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടിന്റെ കൂട്ടുകാരെ വെൽക്കം ചെയ്യാം. അതിനുശേഷം ബാക്കി പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. ഓക്കെ, സോ ലെറ്റ്സ് വെൽക്കം MJ അങ്കിൾ, ഉണ്ണി അങ്കിൾ ആൻഡ് ആര്യ ചേച്ചി. വെൽക്കം. ഉണ്ണി അങ്കിൾ, ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞില്ലേ നമ്മൾ ഇവിടെ ഗോൾഡൻ ടിക്കറ്റ് വഴി 2 ആൾക്കാരെ വരുത്തിയിട്ടുണ്ട്. അതിൽ ഒരാളുടെ പാട്ട് നമ്മൾ കേട്ടു. ഇനി നമ്മൾ അടുത്ത ആളുടെ പാട്ട് കേൾക്കാൻ പോവാണ്. ഇത് നമ്മൾ സൗദിയിൽ നിന്നും വരുത്തിയിട്ടുള്ള വേറൊരാളാണ് വരാൻ പോകുന്നത്. ഗൗരി കുട്ടിയാണ്. വിളിക്കാം നമുക്ക്. ലെറ്റ്സ് വെൽക്കം ഗൗരി നന്ദ ഓൺ സ്റ്റേജ്. ഹായ് ഗൗരി. വെരി ബ്യൂട്ടിഫുൾ കോസ്റ്റ്യൂം. താങ്ക് യു സോ മച്ച്. സൗദിയിൽ എവിടെയാ? സൗദിയിലെ ജുബൈൽ. ജുബൈൽ. അപ്പൊ ആദ്യമായിട്ടാണ് കോമ്പറ്റീഷനിൽ വരുന്നത് അല്ലേ? അപ്പൊ ഈ ഗോൾഡൻ ടിക്കറ്റ് കിട്ടിയതിന് അതിന് സന്തോഷം എങ്ങനെയാണ്? ഭയങ്കര ഹാപ്പിയായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ കുറെ പ്രാവശ്യം ട്രൈ ചെയ്യും. ഞാൻ സീസൺ 3 തൊട്ട് ട്രൈ ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവും. ഞാൻ ഇവിടെ ജൂൺ ജൂലൈ ആണല്ലോ ഓഡീഷൻ നടക്കുന്നത്. ഇപ്പൊ ഞാൻ അവിടെ ജൂൺ ജൂലൈ സമയത്ത് ഭയങ്കര ചൂടാണ്. ഇപ്പൊ പെട്ടെന്ന് ചൂടുന്ന് മഴ സമയത്തേക്ക് വരുമ്പോൾ പെട്ടെന്ന് അസുഖം വരും. അങ്ങനെ എന്തെങ്കിലും പ്രശ്നം വരും. പിന്നെ നമുക്ക് വിസ കഴിഞ്ഞിട്ട് പോകേണ്ട പ്രശ്നം വരും. സാധനം കിട്ടിയപ്പോ അങ്ങനെ കാത്ത് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? പാതിരവായി നേരം. നമ്മുടെ മിൻമിനിയുടെ പാട്ടാണ് അല്ലേ? മിൻമിനി എനിക്ക് എൻ്റെ സിസ്റ്ററിനെ പോലെയാണ്. ഒരുപാട് ഇഷ്ടമുള്ള ആളാണ്. ഒരുപാട് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു ഗ്രേറ്റ് എന്ന് പറയാം ആ രീതിയിലുള്ള പാട്ടുകാരിയാണ്. അപ്പോൾ മിനിക്ക് ഒരു ഹായ് ഫ്രം ടോപ്പ് സിംഗർ സീസൺ 6. ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയും. സിനിമ വിയറ്റ്നാം കോളനി. ഇത് എഴുതിയത് S. ബാലകൃഷ്ണൻ സാർ. സോറി, മ്യൂസിക് S. ബാലകൃഷ്ണൻ സാർ. എഴുതിയത് ബിച്ചു തിരുമല സാർ. ഇയർ 1992. ഓക്കെ, കേൾക്കാം, നമുക്ക് കേൾക്കാം. All the best. Thank you. പാതിരവായി നേരം പനിനീർ കുളിരമ്പിളി എന്റെ മനസ്സിന്റെ മച്ചുമിലെന്തി നിന്നുറങ്ങാതലയുന്നു നീ. ആരിരം രാരം പാടി കടിഞ്ഞൂൽ കനവോടി താഴെത്തണുപ്പിന്റെ കിക്കിളിപ്പായയിൽ ഉറങ്ങാതൊരുകുന്നു ഞാൻ.
പാതിരവായി നേരം പനിനീർ കുളിരമ്പിളി എന്റെ മനസ്സിന്റെ മച്ചുമിലെന്തിനിന്നുറങ്ങാതലയുന്നു നീ ആരിരം രാരം പാടി കടിഞ്ഞൂൽ കനവോടെ താഴെത്തണുപ്പിന്റെ കിക്കിളിപ്പായയിൽ ഉറങ്ങാതൊരുകുന്നു ഞാൻ ആഹാ, വാട്ട് എ സോങ്. ഐ ജസ്റ്റ് ലവ് ദിസ് സോങ് കേട്ടോ. വളരെ ടാലന്റഡ് ആണ് ഗൗരി, അതാണ് ആദ്യം പറയാനുള്ളത്. സർ. ഇത് ഫസ്റ്റ് പെർഫോമൻസ് ആണ്. അപ്പൊ നാച്ചുറലി ഉള്ളിലൊരു ചെറിയ ടെൻഷൻ ഉണ്ടാവും. ഉണ്ട് ചെറുതായിട്ട്. ഉണ്ടല്ലേ? ആ. ആ. അതുകൊണ്ടാണ് ആ ഹൈ നോട്ട് കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് ആ ഫസ്റ്റ് ചരണത്തിൽ ഹിറ്റ് ചെയ്യാത്തത്. അതിന്റെ കാരണം ടാലന്റ് ഇല്ലാത്തതുകൊണ്ടല്ല. അല്ല. ഈ സഭാകമ്പം എന്ന് പണ്ട് പറയും മലയാളത്തിൽ, സ്റ്റേജ് ഫ്രൈറ്റ്. ഉം. അപ്പൊ ഇവിടെ അതിന്റെ ആവശ്യമില്ല. അതാണ് ആദ്യമായിട്ട് പറയുന്നത്. എന്താ വെച്ചാ നമ്മളൊക്കെ കൂട്ടുകാരാണ് കേട്ടോ, പാട്ടിന്റെ കൂട്ടുകാരാണ്, നിങ്ങളുടെയും കൂട്ടുകാരാണ്. നമ്മളിവിടെ രസിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിടുന്ന മാർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ജഡ്ജ്മെന്റൽ ആയിട്ടുള്ള ഒരു സംഭവമല്ല. നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് അതെ അതെ. ചിലപ്പോൾ മാർക്ക് കുറച്ചിടും. ഉം. അപ്പൊ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്യണം. അതെ. മാർക്ക് നന്നായിട്ട് കിട്ടി, ഇത് നന്നായി, അടുത്ത ഇതിനേക്കാളും നന്നാക്കണം എന്നുള്ള നന്നാക്കണം. അതെ, വിചാരം. അതെ, ആ. 100 കിട്ടിക്കഴിഞ്ഞാൽ പിന്നെയും 100 കിട്ടണം എന്നുള്ള വിചാരം, പിന്നെ താഴോട്ട് പോരുന്നെന്നുള്ള ഇല്ല, വിചാരം. ഇല്ല. ഇത്തരം വിചാരങ്ങളെ വിവേകം അതോടുകൂടി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളുടെ കൂടെ ഇരിക്കണേ. അപ്പൊ അതുകൊണ്ട് യു ഷുഡ് ഫീൽ അറ്റ് ഹോം. എത്രയോ പാട്ടുകാർക്ക് സ്വന്തം വീടും സ്വന്തം ഇടവുമാകുന്നതാണ് ഈ ടോപ്പ് സിംഗർ എന്ന് പറയുന്നത്. അതാണ് ടോപ്പ് സിംഗറിന്റെ ലെഗസി എന്ന് പറയുന്നത് കേട്ടോ. തുടക്കത്തിലുള്ള ഹമ്മിങ്ങിൽ ആ സെക്കൻഡ് പോർഷൻ അത് കുറച്ചും കൂടെ ശ്രുതി ചേരണം തോന്നി. ഒന്ന് പാടാമോ? അത് ആ. അപ്പോ മറ്റേ നോട്ട് വന്നതിന് ശേഷം ഈ നോട്ടിൽ വരുമ്പോഴത്തേക്കും ജസ്റ്റ് ഉള്ളിന്ന് ആ നോട്ടിലോട്ട് ആ നോട്ടിലോട്ട് നമ്മൾ കയറണം. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ നമ്മൾ പിഴയ്ക്കാൻ പാടില്ല. സാധാരണ എല്ലാവർക്കും സംഭവിക്കുന്നതാണ്, വലിയ സംഭവമൊന്നുമല്ല. ജസ്റ്റ് പോയിന്റിങ് ഔട്ട്, അത്രേ ഉള്ളൂ. പിന്നെ പാതിരവായി അങ്ങനല്ലേ? ആ, അതൊന്ന് പാടിയേ. പാതിരവായി പാതിര പാതിരവായി വായി വായി നേരം അല്ലേ? അങ്ങനെ പാതിരവായി നേരം അങ്ങനെയാണ്. അതെ അതെ. ആ, അത് ക്ലാരിറ്റി വന്നില്ല അവിടെ. അപ്പോ ആ ബേസ് നോട്ടിൽ കുറച്ചും കൂടെ മൈക്ക് അടുപ്പിച്ചൊന്ന് പാടി കേൾപ്പിക്കോ. പാതിരവായി നേരം അപ്പൊ മൈക്ക് അടുപ്പിച്ചപ്പോ കുറച്ചും കൂടെ ശബ്ദം കേൾക്കാനും ഒരു സുഖമുണ്ട്. പിന്നെ ആരിരം രാരം പാടി ആരിരം രാരം പാടി. ആ, ഈസി ആയിട്ട് പാടാൻ പറ്റുന്നുണ്ടല്ലോ. ആ, ഇനി അനുപല്ലവിയിലെ ഞാൻ പറഞ്ഞില്ലേ അവിടെ ഹിറ്റ് ചെയ്തില്ലാന്ന്, Hit ചെയ്തു. അതൊന്ന് ഹിറ്റ് ചെയ്ത് കേൾപ്പിച്ചേ പറ്റൂ. ഓ. Come on. നിന്നെ ഉറക്കാൻ ഞാൻ ഉണർന്നേരാവിനു കൂട്ടിരുന്നീയോ. ഇതെവിടെ പോയി അപ്പൊ? അതെവിടെ പോയി എന്ന് പറഞ്ഞാൽ പേടിയിലങ്ങ് പറഞ്ഞു പോയി. ആ, അത് മാറ്റണം കേട്ടോ. ഓക്കെ. എപ്പോഴും ഈ പാട്ട് കേൾക്കുമ്പോൾ ഉടനെ ഇളയരാജ സാറിന്റെ ആ മാസ്റ്റർ പീസ് എനിക്ക് ഓർമ്മ വരും. നാനൊരു സിന്ത് കാവടി ചിന്ത് രാഗം പുരിയവില്ല ഉള്ള സോകം തെരിയവില്ല തന്ത ഇരുந்துം തായും ഇരുந்துം തന്നന് നാനന തര തരരരരര നാനൊരു സിന്ത് കാവടി ചിന്ത്. ബ്യൂട്ടിഫുൾ സോങ് ആണ്. ആഹാ. അതുപോലെയാണ് ഈ പാട്ടിന്റെ ഒരു ഫീൽ എന്നാണ്. ഈ രാഗത്തിന്റെ ഒരു ബ്യൂട്ടി ആയിരിക്കണം. ആ, ഈ രാഗത്തിന്റെ പേര് അറിയാമോ? ഇല്ല. അറിഞ്ഞൂടാ. ഇല്ല. ഭയങ്കര സിന്ധു- ടഫാണ് കേട്ടോ അത് പറയാനായിട്ട്. ഒരുപാട് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ആ, രാഗം. ഒരു 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 വരി പേരുണ്ട്, വലിയ പേരാ. എന്താണ്? സിന്ധു ഭൈരവി. സിന്ധു ഭൈരവി. ഗൗരി നന്ദ Yes, ഏത് sir. ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? ഞാൻ 8th പഠിക്കുന്നത്. 8th സ്റ്റാൻഡേർഡ്. 8th standard. ഓക്കെ. നല്ലൊരു ഇന്നസെൻസ് ഉള്ള വോയിസ്, Thank you, sir. നല്ല വെരി അട്രാക്റ്റീവ് വോയിസ്. Thank you so much. ആൻഡ് ഈ പാട്ട് കുറച്ചൊരു ഹൈ ആണ് മോൾക്ക് അല്ലേ? ഉം, ആ. ചെറുതായി. പക്ഷെ നന്നായിട്ട് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആദ്യത്തെ ഒരു വേദിയല്ലേ, അതെ, ഇനി നെക്സ്റ്റ് ഒക്കെ ഭയങ്കര- വേദി വരുമ്പോഴേക്കും പുല്ല് പോലെ പാടും. Yes, sir. ഡു വെൽ ഇൻ ദ നെക്സ്റ്റ്, Yes, sir. ബെറ്റർ Sure. ഇൻ ദ നെക്സ്റ്റ് റൗണ്ട്. ഓക്കെ, Sure, sir. ഗുഡ്. ഗൗരിക്കുട്ടി എന്തോ ഫസ്റ്റ് പെർഫോമൻസ് ആയതുകൊണ്ട്
നെർവസ് ആയിരുന്നു അല്ലേ? ചെറുതായിട്ട്. പക്ഷെ നമുക്ക് അടുത്ത പ്രാവശ്യം പേടിയൊന്നും വേണ്ട കേട്ടോ. ഇല്ലില്ല. നമ്മളൊക്കെ ഫ്രണ്ട്സ് അല്ലേ? പക്ഷെ വോയിസ് ഒക്കെ സ്റ്റഡി ആയിരുന്നു കേട്ടോ. എനിക്ക് അത് മെയിൻ ആയിട്ട് എനിക്കൊരു കാര്യം എന്താ ശ്രദ്ധിച്ചറിയോ, ഒരു വോള്യൂം ചേഞ്ച് വരണില്ല എവിടെ പാടുമ്പോഴും. yes. അത് ആ വോള്യൂം എന്താ പറയാ, ഇപ്പം അത് ബേസ് ആണെങ്കിലും മിഡ് ആണെങ്കിലും ഹൈ ആണെങ്കിലും ഒരു ചേഞ്ച് വരാതെ ആ വോള്യൂം കറക്റ്റായിട്ട് ഇങ്ങനെ ഡെലിവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് ഭയങ്കര അടിപൊളിയാട്ടോ. താങ്ക് യു. പിന്നെ തോന്നിയത് ചെറിയ ബ്രെത്ത് ഇഷ്യൂസ് ആണ്. അത് നമുക്ക് അതിന്റെ എക്സസൈസസ് ഒക്കെ ചെയ്യാം. മിടുക്കിയാണ്, മിടുക്കിയാണ്. നമ്മുടെ ഗോൾഡൻ ടിക്കറ്റിലെ വന്ന ആളാണ്. അപ്പൊ കിഡിലൻ. താങ്ക് യു. അമ്മയ്ക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഗൗരിക്കുട്ടിയുടെ അമ്മയ്ക്ക്? എന്തെങ്കിലും പറയാനുണ്ടോ? ചേച്ചിയുടെ പേര് വിജില. വിജില. വിജില ചേച്ചി ഹാപ്പിയാണോ? ഞാൻ ഹാപ്പിയാണ്. ഹാപ്പിയാണ്. പാട്ട് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. കുഴപ്പമില്ലാണ്ട് പാടി. പാടി. നമുക്ക് മാർക്ക് നോക്കാം അല്ലേ? മാർക്ക് നോക്കാം. അപ്പൊ ഗൗരിക്കുട്ടി, ഫസ്റ്റ് പെർഫോമൻസിനുള്ള ഗൗരി നന്ദയുടെ മാർക്ക് ഈസ് 96.5 out of 100. താങ്ക് യു. ബ്യൂട്ടിഫുൾ. കീപ് അപ്പ് ദ പ്രാക്ടീസ്. ഇതുപോലെ പാടുക. ആൻഡ് വെൽക്കം. വെൽക്കമിങ് യു ടു ടോപ്പ് സിംഗർ സീസൺ 6. ഓക്കെ, അപ്പോൾ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. ബൈ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. MJ അങ്കിളെ, കുറച്ച് വലിയ ആൾക്കാരുടെ പാട്ടുകളൊക്കെ കേട്ടിട്ട് ഇപ്പൊ ഒരു ലിറ്റിൽ ഏഞ്ചലിനെ കാണാൻ ഇങ്ങനെ കൊതിയാവുന്നില്ലേ? നമ്മുടെ പ്രേക്ഷകർക്കും നമുക്കും ഒക്കെ കൊതിയാവുന്നുണ്ട് ഒരു കുഞ്ഞുമണിനെ കാണാൻ, ഒരു ലിറ്റിൽ ഏഞ്ചലിനെ കാണാനായിട്ട്. അങ്ങനെ ഒരു സൂപ്പർ സോങ്ങുമായിട്ട്, ഒരു വെറൈറ്റി പാട്ടുമായിട്ട് ഇവിടെ എത്താൻ പോവാണ് ആദികേഷ്. വിളിക്കാം. ഓക്കെ, വെൽക്കം ആദിക്കുട്ടൻ ഓൺ സ്റ്റേജ്. ഓ, ഇത് ആരാ? ഇത് ലുക്ക് തന്നെ. ഹലോ ചേട്ടാ. ഹലോ. ഹലോ. എനിക്ക് ആ കണ്ണാടി വേണം കേട്ടോ. പറ്റൂല. അത് വേണം, എനിക്ക് വേണം. എനിക്ക് കിട്ടിയേ പറ്റൂ. ഞാൻ തരൂല. ഇപ്പൊ വേണം എനിക്ക്. പറ്റൂല. അതിങ്ങനെ ഇവിടെ വന്ന് പാടിക്കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും കൊടുത്തിട്ട് വേണം പോവാൻ. ദക്ഷിണ വെക്കണം. അതെ. അല്ലെങ്കിൽ നമുക്ക് ആ ഷൂ ഊരി വാങ്ങിക്കാം. പറ്റൂല. അയ്യോ, ഷൂ എനിക്ക് അതും വേണം. പറ്റൂലേ? പറ്റൂല. ഒരു ഷൂ തന്നാ മതി. ഇല്ല, പറ്റൂല. അതും പറ്റൂലേ? അങ്കിളിന് ഇഷ്ടമല്ലേ? ഇഷ്ടൊക്കെയാണ്. എന്നാ ഉണ്ണി അങ്കിളിന് കൊടുത്താൽ മതി. എനിക്ക് ഉണ്ണി അങ്കിള് ഈ കണ്ണട തരും അത് കൊടുത്താല്. ഇത് എന്റെ അച്ഛന്റെ കണ്ണാടിയാ. അത് ശരി. ശ്ശോ, അച്ഛൻ സമ്മതിക്കില്ല. ഇനി അവൻ അച്ഛൻ സമ്മതിക്കില്ല ഇനി. സമ്മതിക്കണമെന്നുണ്ടെങ്കിലും ചേട്ടൻ സമ്മതിക്കില്ല. ഈ അച്ഛൻ എന്താ ചെയ്യണേ? ആ. അച്ഛന്റെ ജോലി എന്താ? ആർമി. ആർമി പട്ടാളക്കാരനാണോ? ഓ. അപ്പൊ പേടിക്കണമല്ലോ അല്ലേ? അച്ഛന് പേടിയുണ്ടോ? ചെറുതായിട്ട്. അച്ഛനിപ്പോ പട്ടാളത്തിൽ ഒന്നും പോകാറില്ലേ? ലീവിലാണോ? ലീവില്. എന്താ കാര്യം? അമ്മയ്ക്ക് അത് വയ്യ. അമ്മയ്ക്ക് തൊടുവയ്യ, അതുകൊണ്ട് അച്ഛൻ ലീവ് എടുത്തു. അമ്മയാണോ കൂടുതൽ പേടി, അച്ഛനെയാണോ കൂടുതൽ പേടി? അച്ഛന്. പക്ഷെ ഭയങ്കര സ്നേഹമാണല്ലേ അച്ഛൻ? ആ. മോനെ ഏത് ക്ലാസ്സിലാ മോനെ? UKG E. UKG E. ഓ. എവിടെയാണ്? മനസ്സിലായി. ആ. കൊച്ചിയിലാണോ? എവിടെയാ സ്ഥലം? പുലിയറക്കോണം. പുളിയറക്കോണം. തിരുവനന്തപുരം. നമ്മുടെ തിരുവനന്തപുരം. ആ, ഓക്കേ. അതാണ്. ട്രിവാൻഡ്രത്തുനിന്നാണോ ഇങ്ങ് നമ്മുടെ വരുന്നത്? ടീമാണ്. നമ്മൾ രണ്ടുപേരും തിരുവനന്തപുരത്ത്. എം ജെ സാറിന്റെ പടയാളിയാണോ വന്നിരിക്കുന്നത്? എന്റെ പടയാളിയാണ് വന്നിരിക്കുന്നത്. അതെ. നമ്മൾ വിട്ടുകൊടുക്കൂല അല്ലേ? ഇനി തിരുവനന്തപുരത്തുള്ളപ്പോ അങ്കിളിനെ കാണാൻ വരുമോ? അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരാം വീട്ടില്. വീട്ടിൽ വന്നാ മതി. വീട്ടിൽ വന്നാൽ എനിക്ക് എന്ത് തരും? കണ്ണട തരും. ആ കണ്ണട വീട്ടിൽ വന്നാ കണ്ണട തരുമോ? കണ്ണട അത് ഞാൻ വരും കേട്ടാ. ഞാൻ വന്നാ എനിക്ക് ആ ഷൂസ് തരുമോ? പക്ഷെ അച്ഛൻ ആർമി പോകുമ്പോ അത് കൊണ്ടോണ്ടേ? ആ, അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ അങ്കിളുടെ വേറെ കണ്ണാടി ഉണ്ട് അച്ഛന്. അച്ഛന് വേറെ കുറേ കണ്ണാടി ഉണ്ട്. ഉണ്ട്. അച്ഛന് വേറെ കണ്ണാടി ഉണ്ട്. ആ. അപ്പൊ അത് ഇപ്പൊ തന്നെ ഇങ്ങനെ തന്നൂടെ? തരത്തില്ല. അച്ഛൻ ആർമിയിൽ പാട്ടൊക്കെ പാടുന്ന ആളാണെന്ന് തോന്നിയിട്ടുണ്ടല്ലോ അല്ലേ? പാട്ട് പറഞ്ഞേരാ. ആണോ? അച്ഛൻ 2 ലൈൻ നമുക്ക് കേൾക്കാം. ഒരു ലളിതഗാനം സാറേ, ഓ, അരൂർ സദാശിവൻ സാറ് മ്യൂസിക് ചെയ്തൊരു പാട്ടാണ്. ഞാൻ കേരള യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് ലൈറ്റ് മ്യൂസിക്കിന് ഫസ്റ്റ് കിട്ടിയൊരു പാട്ടാണ് അത്. അതെ, അത് ഏത് വർഷത്തിലായിരുന്നു? 2011. പിന്നെ എങ്ങനെ പട്ടാളത്തിൽ പോയി? പിന്നെ ഞാൻ പട്ടാളത്തെ മ്യൂസിക്കിന്റെ ഫീൽഡിൽ തന്നെ ഓ. ആണോ? ജാസ് ബാൻഡിലാണ്, മ്യൂസിക് ടീം ഉണ്ട് അവിടെ. ഓ, ജാസ് ബാൻഡിലാണ്. അതെ. അത് ശരി, മ്യൂസീഷ്യനാണ്. അതെ. അങ്ങനെ പോരട്ടെ. ഇൻസ്ട്രുമെന്റ്സ്. ഞാൻ ഫ്ലൂട്ടിസ്റ്റ്, സാക്സഫോൺ ആൻഡ് സിംഗിങ്. Very ഓ, nice, great. music. Very nice.
ഈ വനസീമയിലേ പുഷ്പലതാഗ്രഹത്തിൽ മധുരമായി പാടുവതാരോ വാസന്തവനിലെ ദേവതയോ തുഞ്ചന്റെയോ മന ശാരികയോ ശാരികയോ ഈ വനസീമയിലേ പുഷ്പലതാഗ്രഹത്തിൽ മധുരമായി പാടുവതാരോ വാസന്തവനിയിലെ ദേവതയോ തുഞ്ചന്റെയോ മന ശാരികയോ ശാരികയോ ആഹാ. എക്സലന്റ്. ആഹാ. എന്താ പേര്? ശാന്തരാജ് ശാന്തരാജ്. ശാന്തരാജ് ശാന്തരാജ് MS. 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 അമ്മയുടെ പേര് അഞ്ജു. അഞ്ജു പി നായർ. അഞ്ജു പി നായർ. ഫുള്ള് പറയണം. അതെ. അഞ്ചു പാട്ട് പാടുവോ? ഇല്ല ഇല്ല ഇല്ല. ഇല്ല. എങ്ങനെയാണ് ഈ പാട്ടുകാരനെ കണ്ടെത്തിയത്? ഞാൻ ലവ് മാരേജ് ആയിരുന്നു. അതാണ് ഞാൻ ചോദിച്ചത്. ഇത്ര മധുരമായി പാടുവതാരോ എന്ന പാട്ടിൽ പറയുന്നില്ലേ, അത് ശാന്തരാജാണ് പാടുന്നത് കേട്ടോ. അതെ, ഞെട്ടിപ്പോയി കേട്ടോ. സൂപ്പർ ശരിക്കും ഗംഭീര പാട്ട്. ഗംഭീര. അസാധ്യമായി പാടി. ഈ പട്ടാളത്തില് മലയാളം പാട്ടുകൾ പാടാറുണ്ടോ? മലയാളികൾ ഒരുപാട് പേരുണ്ട്. അപ്പൊ ഏത് പാട്ടൊക്കെയാണ് അവിടെ പാടാറ്? ലാംഗ്വേജ് എല്ലാം പഠിച്ചു സാർ. മലയാളം, ഹിന്ദി, തെലുങ്ക്, കന്നഡ. മലയാളം പാട്ടുകൾ ഏത് പാടും? വാതിൽപ്പഴുതിലൂടെ ഓൾഡ് നമ്പേഴ്സ് ഒക്കെ മാക്സിമം പാടും. ഏത് സ്ഥലത്താണ് ആർമിയില്? ബാംഗ്ലൂർ സാർ. ഞാൻ കണ്ടു അതിനിടക്ക് കണ്ണട ഊരി ഇങ്ങനെയൊക്കെ നോക്കുന്നു. ആ ചേട്ടൻ പാടുമ്പോ ഇവിടുന്ന് ആക്ഷൻ ഫുൾ ആക്ഷൻ ആയിരുന്നു. അപ്പൊ കുഞ്ഞുമനെ, ആദികേഷേ, ഏത് പാട്ടാണ് ആദ്യമായിട്ട് ടോപ്പ് സിംഗറിൽ പാടാൻ പോകുന്നത്? കിലുക്കിലുക്കും കിലുക്കിലുക്കും. അത് ഈ ഫോണിനെ പറ്റിയുള്ള പാട്ട്. എങ്ങനത്തെ ഫോണിനെ പറ്റിയുള്ള പാട്ടാ? ടെലിഫോൺ. ഏത് ടെലിഫോൺ? മൊബൈലാണ്? പിന്നെ ഏതാ? നമ്പേഴ്സ് അല്ലേ? നമ്പേഴ്സ് Numbers ഉള്ള ആ. പഴയ ഫോണാണ്. പഴയ ഫോണിൽ ഇങ്ങനെ നമ്പർ വെച്ചിട്ട് ഇങ്ങനെ കറക്കണം. അതാ പാട്ടിന്റെ ഡീറ്റെയിൽസ്. പാടിയത് ആ. MS രാജേശ്വരി. ലിറിക്സ് എഴുതിയത് റിലിക്സ് എഴുതിയത് റിലിക്സ് എഴുതിയത് വയലാർ വയലാർ രാമവർമ്മ സാർ. പിന്നെ Music. മ്യൂസിക് മ്യൂസിക് ജി ജി ദേവരാജൻ മാസ്റ്റർ. ജി ദേവരാജൻ മാസ്റ്റർ. അതെ. ഈ സിനിമയുടെ പേര് സ്കൂൾ മാസ്റ്റർ. അപ്പൊ ആദിക്കുട്ട പാടാ നോക്ക്, കലക്കണം. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പാടണം. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കിലുകിലുക്കും കിലുകിലുക്കും കിങ്ങിണി ചെപ്പിലൊളിച്ചിരിക്കും ടെലിഫോണിനുള്ളിലൊന്നൊരു കൂട്ടുകാരി കളി കൂട്ടുകാരി. കിലുകിലുക്കും കിലുകിലുക്കും കിങ്ങിണി ചെപ്പിലൊളിച്ചിരിക്കും ടെലിഫോണിനുള്ളിലൊന്നൊരു കൂട്ടുകാരി കളി കൂട്ടുകാരി. കറുത്തിരിക്കും വെറുവെളുത്ത് ചിരിക്കും കിണി 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 മണിയരിക്കും മനസ്സിൽ കിളി കൂത്തും ഈ കിളി കൂത്തും. കറുത്തിരിക്കും വെറുവെളുത്ത് ചിരിക്കും
മണിയരിക്കും അവൾ അരികിലെത്തിക്കും. അച്ഛനെയാണേലും അമ്മയെയാണേലും അമ്പിളി മാമനെയാണേലും അരികിലെത്തിക്കും അവൾ അരികിലെത്തിക്കും. കിലുക്കിലുക്കും കിലുക്കിലുക്കും കിങ്ങിണി ചെപ്പിലൊളിച്ചിരിക്കും. ടെലിഫോണിനുള്ളിലൊന്നൊരു കൂട്ടുകാരി കളി കൂട്ടുകാരി. നരചരിതം കഥകളിയിലെ അയയണത്തിനെ പോലെ ദൂരെയുള്ളൊരരമനയിൽ ദൂതിനു പോകും അവൾ ദൂതിനു പോകും. നരചരിതം കഥകളിയിലെ അയയണത്തിനെ പോലെ ദൂരെയുള്ളൊരരമനയിൽ ദൂതിനു പോകും അവൾ ദൂതിനു പോകും. കിലുക്കിലുക്കും കിലുക്കിലുക്കും കിങ്ങിണി ചെപ്പിലൊളിച്ചിരിക്കും. ടെലിഫോണിനുള്ളിലൊന്നൊരു കൂട്ടുകാരി കളി കൂട്ടുകാരി. കിലുകിലുക്കും കിലുകിലുക്കും കിങ്ങിണി ചെപ്പിലൊളിച്ചിരിക്കും. ടെലിഫോണിന്റെ ഉള്ളിലുണ്ടൊരു കൂട്ടുകാരി. അതെ എംപി അങ്കിളിന് ഇങ്ങനെ ഒരു കൂട്ടുകാരി ഇങ്ങനെ ഒരു ഫോൺ ഉണ്ടായിരുന്നോ? എനിക്ക് ഇങ്ങനെ ഒരു കൂട്ടുകാരനെ ഇപ്പൊ കിട്ടി. കിട്ടി. അയ്യോ ഭയങ്കര ക്യൂട്ടാണ്. ടാ ഒന്നും വരുന്നില്ല, കൂട്ടുകാരി അങ്ങനെ. പക്ഷെ മിടുക്കനാണ് കേട്ടോ. വെരി വെരി സ്മാർട്ട്. ക്ലാസ്സിൽ ഫസ്റ്റ് ആണോ? ആ നാടൊക്കെ കണ്ടോ? ക്ലാസ്സിൽ ഫസ്റ്റാ. അത് ലാസ്റ്റ് ഫസ്റ്റ് ആണോ? ഫസ്റ്റ്. എങ്ങനെ നോക്കിയാലും നമ്മളാണ് ഫസ്റ്റ്. പേര് കണ്ടില്ല, ആദികേശ്. ഫസ്റ്റ് റോൾ നമ്പർ 1. ആദികേശവ് മിടുക്കനാണ് കേട്ടോ. അങ്ങനെ 4 സ്റ്റാൻസ് 5 സ്റ്റാൻസ് ഒക്കെയാണ് പണ്ടത്തെ പാട്ടുകള്. ഈ MS രാജേശ്വരി എന്ന് പറയുന്നത് അന്ന് അല്ലെ ചെറിയ കുട്ടികളുടെ പാട്ടുകൾ പാടാൻ ഒരു എക്സ്പേർട്ട് ആയിരുന്നു അന്ന്. ആരെ പഠിപ്പിച്ച മോനെ? അച്ഛനാ? അച്ഛനും അമ്മയും അച്ഛനും അമ്മയും സെലക്ട് ചെയ്തോ? പക്ഷെ മോൻ അതൊക്കെ കംപ്ലീറ്റ് ബൈ ഹാർട്ട് ചെയ്ത് കോൺഫിഡന്റ് ആയി പാടിയവൻ. അവനൊരു പ്രശ്നമല്ല, മോനൊരു ടെൻഷനും ഇല്ല, വളരെ എൻജോയ് ചെയ്ത് അല്ലേ കൂട്ടുകാരി. അതിങ്ങനെ നിക്കുന്നല്ലേ പാടുന്നത്. അതെ. ടെലിഫോണിനുള്ളിലൊരു കൂട്ടുകാരി. കിലുക്കിലുക്കും കിലുക്കിലുക്കും കിങ്ങിണി ചെപ്പിലൊളിച്ചിരിക്കും. ടെലിഫോണിനുള്ളിലൊന്നൊരു കൂട്ടുകാരി കളി കൂട്ടുകാരി. നല്ല എന്റർടൈനർ ആണ് മോൻ. വളരെ പ്ലസന്റ് ആണ് ഓൺ സ്റ്റേജ്. നല്ലൊരു ആർട്ടിസ്റ്റ് ആയിട്ട് വളരട്ടെ മോൻ. ഓൾ ദി ബെസ്റ്റ് വിഷസ്. എല്ലാവിധ ആശംസകളും നേരുന്നു. ഓക്കെ. എനിക്ക് തോന്നുന്നു നമ്മുടെ ഉണ്ണി സാറിന്റെ സ്റ്റൈലിന് മാച്ച് ചെയ്യുന്ന ഒരാൾ ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. ഒരുപോലെയല്ലേ രണ്ടുപേരും? കറുപ്പ് ഗ്രേ പാൻസ് വിത്ത് സ്റ്റൈലിഷ് കൂളിംഗ് ഗ്ലാസ്. നോക്കട്ടെ കണ്ണടയ്ക്ക്, അപ്പോഴാണ് നമുക്ക് സ്റ്റൈൽ. കൂട്ടുകാരി പിന്നെ എന്ത് പറഞ്ഞാലും സ്പെക്സ് വെച്ച ഷാറുഖ് ഖാനായി. ഒരു യോ പറ. യോ യു യോ എന്നല്ല, യോ അയ്യോ ഒക്കെ പരിചയം വരുന്നേ ഉള്ളൂ. യോ. യാ ആ. അതൊക്കെ പഠിക്കുന്നേ ഉള്ളൂ. അതെ പരിചയം വരുന്നേ ഉള്ളൂ നമുക്ക്. അതെ, 2 വർഷത്തിനുള്ളിൽ റെഡിയാവും. അതെ. മോനെ പഠിപ്പിക്കുന്നുണ്ടോ? ഇപ്പൊ ചേർത്തിട്ടേ ഉള്ളൂ. ലക്ഷ്മി എന്ന് പറയുന്ന ഒരു ടീച്ചറാണ്. അതെ, പക്ഷെ നല്ല സെൻസ് ഉണ്ട് അവന്. നല്ല ക്ലീൻ ആയിട്ട് കോൺഫിഡന്റ് ആയി പാടും. അതാണ്. പറഞ്ഞോ എല്ലാരുടെ അടുത്തും ടോപ്പ് സിംഗറിൽ പാടാൻ പോവാന്ന്. എന്ത് പറഞ്ഞു സ്കൂളിൽ നിന്ന്? ഫ്ലവേഴ്സിൽ പോവാണെന്ന് പറഞ്ഞു. എന്നിട്ടോ? എന്നിട്ട് അവര് കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞു. ഇനിയിപ്പോ ഈ പാട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കൂത്തുകാരികൾ ജാസ്തിയാവുമല്ലോ. ഇഷ്ടം പോലെ. ഓർക്കസ്ട്ര ചേട്ടന്മാരെ കണ്ടോ? എല്ലാരും ഇഷ്ടമാണോ? ഏറ്റവും ഇഷ്ടമുള്ള ആരെയാ? ആരാ? കീബോർഡാ? റെന്നി ചേട്ടനാണോ? ആ റെനിച്ചേട്ടൻ റിതമിന്റെ ആളാണ് അവൻ. ഋതത്തിന്റെ ആളാണോ? മൃഗത്തിന്റെ ആളല്ല. അതുകൊണ്ട് റെനിച്ചേട്ടനെ എനിക്ക് ഇഷ്ടം. ഡ്രംസ് പഠിക്കാൻ അതാണ്. അതാണല്ലേ ഈ ഡ്രംസ് ആണ് മൃഗം. മൃഗം അല്ല, ഇപ്പൊ പറഞ്ഞല്ലോ മൃഗത്തിന്റെ ആള്. അതോ പ്രാസോപ്പിച്ചങ്ങ് പറഞ്ഞു പോയതാ.
അവിടെ നിക്കുന്നില്ലടാ ഇങ്ങനെ. അതെ, മോൻ ഡാൻസ് ചെയ്യോ മോനെ? ആഹാ, ഒന്ന് കാണണല്ലോ. ചെറുതായിട്ടേ കളിക്കത്തുള്ളൂ. ചെറുത് അത് മതി. കുഴപ്പമില്ല. കളിക്കത്തുള്ളൂ. ഇവിടെ എല്ലാരും ചെറുതാ. ഉണ്ണി സാർ ഒഴികെ. അതെ, അതേ ഉള്ളൊരു കുഞ്ഞ്. കണ്ണടക്ക് ഊരിക്കോ, തട്ടി വീഴണ്ട. മീനുകുട്ടാ, എന്തോ ആ കണ്ണാടി വാങ്ങിച്ചോ, കയ്യിൽ പോണ്ട. വേണ്ട, ഇല്ല, ആ, അത് കൊടുത്തോ, തരാൻ കൊടുത്തോ. ഇഷ്ടം. വാങ്ങിച്ചോ, വാങ്ങിച്ചോ, ആ, വാങ്ങിച്ചോ. ഓക്കേ, താങ്ക് ഓക്കേ. യു. ഡാൻസ് അറിയത്തില്ല സാറേ, ചുമ്മാ നോക്കട്ടെ തള്ളി ആ വിട്ടുന്ന കോൺഫിഡൻസ് മതി. അതെ, ആ കോൺഫിഡൻസ് ഉണ്ടല്ലോ അത്. മനസ്സ് വൈബോ പുതുസ് ചുമ്മാ ഉറസ് തീയ പാറ് crazy nights make some noise hit ആയി പടക്ക് beat കൊടുക്ക് ഹയ്യേ മനസ്സ് വൈബോ പുതുസ് ചുമ്മാ ഉറസ് തീയ പാറ്. ഓക്കെ, താങ്ക് യു. സൂപ്പർ, 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 സൂപ്പർ. ഇതാണ് തുള്ളി തുള്ളിയുള്ള ഡാൻസ്. മീനുട്ടി, ആ കണ്ണാടി ഒന്ന് നോക്കട്ടെ, ഒന്ന് തരാമോ? സ്പോർട്ടീവ് ആണ് ആള്. പോയി അവൻ എന്നിലുള്ള വിശ്വാസം നശിപ്പിക്കണം ആ. കേട്ടോ. ഞാൻ തിരിഞ്ഞു നോക്കാണ്ടാ വന്നത്. എലി തിരിഞ്ഞ് നോക്കേണ്ടി വരും. അത് ഇവിടെ തന്നെ നിക്കുന്ന സേഫ്. ആ, നല്ല ചേരുന്നു. കിട്ടിപ്പോയേ, കണ്ണാടി കിട്ടിപ്പോയേ. അത് തരും. തരൂലേ? ഞാൻ തിരിച്ചു തരും. വേണോ കണ്ണാടി? തിരിച്ചു വേണോ? വേണം. ഓക്കെ, നല്ല കണ്ണാടി കേട്ടോ. ഓക്കെ. പക്ഷെ പ്രശ്നക്കാരനല്ല കേട്ടോ. അവന് മടിയില്ല കണ്ടോ, ഇല്ല, ഡാൻസ് ഇല്ല. ഒക്കെ അറിയില്ലെങ്കിൽ അറിയുന്നു പറഞ്ഞു. ഇതാണോ ഈ തുള്ളി കളിക്കുന്ന കുഞ്ഞിപ്പുഴു? അത് നീയാണോ ഇത്? എന്താ? അതെ, എനിക്കൊരു സംശയം. ഈ കേശുവല്ലേ ആ കേശു ഈ വീടിന്റെ ഐശ്വര്യം, അങ്ങനല്ലേ ശാന്തരാജ്? യേശു വീടിന്റെ നാഥൻ. ആ, നാഥൻ. അതെന്നാണ് ഐശ്വര്യം. അല്ല, ഈ വീടിന്റെ അതെ, ഐശ്വര്യം. ഒത്തിരി ടാലന്റഡ് ആയിട്ടുള്ള ഒരു മകനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ആ. അപ്പൊ അങ്ങനെ കേശു കലക്കി പോരട്ടെ ഒരു മധുരമഴ. ക്യാമറ അവിടെ എത്തിയാല് എന്താ? കാണുന്നില്ലല്ലോ. രണ്ടുപേരിട്ട് കഴിഞ്ഞാലേ മഴ പെയ്യുള്ളൂ. അതെ. ഇത് കാലാവസ്ഥാ വിഭാഗം ഇവിടെ അറിയിച്ചിരിക്കുന്നു. അങ്ങനെ നമ്മുടെ കേശു കലക്കി പോരട്ടെ ഒരു മധുരമഴ. വളരെ സെലക്റ്റീവ് ആണ് കേട്ടോ, വേണ്ടത് മാത്രമേ എടുക്കൂ. കേശുകുട്ട പോക്കറ്റിലൊക്കെ ഇട്ടോ? എന്റെ ദൈവമേ, എന്തൊക്കെയാണോ. മതിയോ? നിറഞ്ഞു അത്. ഇനി ഇത് സ്ഥലമില്ല. ഇന്ന കണ്ണാടി വേണ്ട, അച്ഛന്റെ കണ്ണട അതാ. എന്താ? അവരുടെ അടുത്തൊരു ബൈ പറ ജഡ്ജസിന്. ബൈ. ബൈ. ഗുഡ് നൈറ്റ്. എനിക്ക് ആ കണ്ണാടി വേണേ, ഞാൻ വീട്ടിൽ വരുവേ. എനിക്ക് കിട്ടിയത് തന്നെ. ആര്യ ചേച്ചി, എന്തോ മെലഡി റൗണ്ട് ആണ് വരാൻ പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്നും നമ്മുടെ ആളെത്തുന്നു. ശ്രിയ. അതെ, Yes. ലെറ്റ്സ് വെൽക്കം ശ്രിയ കുട്ടി ഓൺ സ്റ്റേജ്. ഹലോ. ഹായ്. ഒരു കാർട്ടൂണിലൊക്കെ കാണുന്ന പോലെ ഇല്ലേ? ആ, പഴയ മൂവീസിലൊക്കെ എപ്പോഴും കാണുന്ന പോലെ ഒരാൾ ആരാന്ന് മനസ്സിലാവണമില്ല. അതെ. നല്ല റിബണൊക്കെ വെച്ച് അത് നല്ല നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇത് സൂട്ട്സ് യു ലോട്ട്. താങ്ക് യു. സുന്ദരമുണ്ട്. താങ്ക് യു. നമ്മുടെ മൂവീസിലൊക്കെ പഴയ ചൈൽഡ്ഹുഡ് കാണിക്കുമ്പോ സ്കൂളിലത്തെ ചില ഷോർട്സ് ഉണ്ടാവും ഇതുപോലെ. അമ്മേന്റെ ഐഡിയ ആയിരുന്നു അത്. ഇത് ആഹാ. ഇങ്ങനെയാ വന്നിരിക്കുന്നത്. അപ്പൊ അമ്മയ്ക്കൊരു എന്താണ്? അമ്മ വരുമ്പോ നമുക്ക് ഇങ്ങനത്തെ വെറൈറ്റികളൊക്കെ കാണാൻ പറ്റും. അച്ഛൻ എവിടെ പോയി? അച്ഛന് ബാംഗ്ലൂർ. ഓഫീസ് വർക്ക് ഉള്ളതുകൊണ്ട് ബാംഗ്ലൂര് വന്നിട്ടില്ലേ പ്രാവശ്യം. ഇനിയിപ്പോ വരും. ഓ, അടുത്ത പ്രാവശ്യം വരും. അച്ഛൻ വരുന്നതാണോ അമ്മ വരുന്നതാണോ ഇഷ്ടം? രണ്ടാളും വന്ന കുഴപ്പമില്ല. അമ്മേന്റെ കൂടെയാണ് കുറച്ചും കൂടി. ഏറ്റവും കൂടുതൽ ഇഷ്ടം
അങ്ങനെയല്ല, രണ്ടാളെ അത് ഇഷ്ടമാണ്. പറ, അത് ആരും അല്ല, അമ്മേന്റെ കൂടി കുറച്ചും കൂടി ഓപ്പൺ ആണ്. അച്ഛനാണെന്ന് പറഞ്ഞോ, കുഴപ്പമില്ല. അല്ല, രണ്ടാളെ അമ്മേന്റെ കൂടെ നമ്മള് അല്ല, കഴിഞ്ഞ ദിവസം ഇവിടെ ഡെഡിക്കേഷൻ ഇല്ലായിരുന്നോ? ആ അപ്പൊ എന്താ പറഞ്ഞേ? അച്ഛനാണ് എന്ന് പറഞ്ഞു. ആ പക്ഷെ ഇപ്പൊ അമ്മയാണെന്ന് പറഞ്ഞു. അല്ലല്ല. ഇത് ഏതെങ്കിലും ഒരു തീരുമാനമാക്ക്. അല്ലല്ല, അമ്മയാണ് കുറച്ചും കൂടി ഓപ്പൺ. അങ്ങനെ അല്ലെങ്കിൽ എല്ലാം പറയും അമ്മേന്റെ അടുത്ത് എല്ലാം പറയാറ്. അപ്പൊ ഞാൻ അച്ഛനടുത്ത് പറയും, അച്ഛൻ അത്രയും ഓപ്പൺ അല്ല, അത് ശരിയല്ല. അല്ല, അത് അച്ഛനറിയാം. അച്ഛനോട് എപ്പോഴും പറയാറുണ്ടോ അങ്ങനെ? അങ്ങനെ പറയാറില്ല. പക്ഷെ അല്ല, അച്ഛൻ മോസ്റ്റ്ലി മ്യൂസിക്കിലാണ്, എല്ലാം മ്യൂസിക്കാണ് ഹെൽപ്പ് അപ്പൊ എനിക്ക് മനസ്സിലായി, സോജേഷ് മകള് വളർത്തുന്ന അച്ഛനാണെന്ന് മനസ്സിലായി. ഓക്കെ, ഇന്ന് ഏതാണ് പാട്ട് മക്കളെ? ചന്ദനക്കാറ്റ്. ആഹാ, കുളിർ കൊണ്ടുപോവാ. ബ്യൂട്ടിഫുൾ സോങ്. ക്യാപ്റ്റൻ, ഈ പാട്ടിന് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എനിക്ക് തോന്നിയത്, ഇതിപ്പോ റിതമിക് ആയിട്ട് പോകുന്നുണ്ട്, പക്ഷെ അതിന്റെ ഉള്ളിലെല്ലാം വളരെ ഇമോഷണൽ ആയിട്ടുള്ള എലിമെന്റ്സ് ആണ് അതിന്റെ ഉള്ളിൽ. അപ്പൊ അത് ആ രീതി പാടുന്ന ഒരു ചലഞ്ചാണ്. എപ്പോഴും അത് ശ്രീക്ക് ഒരു ചലഞ്ച് ചെയ്യല്ല. ഓക്കെ, ബാക്കി ഡീറ്റെയിൽസ്. മൂവി ഭീഷ്മാചാര്യ, ഇയർ 1994. മ്യൂസിക് SP വെങ്കിടേഷ് സർ, ലിറിക്സ് യൂസഫ് അലി സർ, സിംഗർ KS ചിത്ര മാം. ഇവിടെ നമ്മുടെ ഭീഷ്മാചാര്യ ഇരിക്കുന്നത് കണ്ടില്ലേ? ആ, ഒന്നും പറഞ്ഞില്ലല്ലോ. ഓ ആ. ഹായ് ശ്രീകുട്ടി, ഹായ് അങ്കിൾ. എന്തൊക്കെയാ ബാംഗ്ലൂർ വിശേഷം? നല്ല വിശേഷം. ആഹാ. ഞങ്ങളുടെ ഏതെങ്കിലും പാട്ട് കേൾക്കണമെന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഗോൾഡൻ ചാൻസ് ആണ്, ഇപ്പൊ പാടിത്തരൂ. മരണം എത്തുന്ന നേരം. മരണമെത്തുന്ന നേരം. അത് അച്ഛന്റെ ഫേവറേറ്റ് സോങ് ആണ്, അമ്മക്ക് നല്ല ഇഷ്ടാ. അതന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് ആ, അച്ഛൻ അടുത്ത്. അതെ അതെ. അധരമാം ചുംബനത്തിൻ്റെ മുറിവു നിൻ മധുര നാമജപത്തിനാൽ കൂടുവാൻ. അധരമാം ചുംബനത്തിൻ്റെ മുറിവു നിൻ മധുര നാമജപത്തിനാൽ കൂടുവാൻ. പ്രണയമേ പ്രണയമേ നിന്നിലേക്കു നടന്നൊരെൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ. പ്രണയമേ നിന്നിലേക്കു നടന്നൊരെൻ വഴികൾ ഓർത്തെൻ്റെ പാദം തണുക്കുവാൻ. അതുമതി ഉടൽ മൂടിയ മണ്ണിൽ നിന്നിവന് പുൽക്കൊടിയായുയിർത്തേൽക്കുവാൻ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. മരണമെത്തുന്ന നേരത്തു നീ എൻ്റെ അരികിൽ ഇത്തിരി നേരം ഇരിക്കണേ. ആ Thank you, sir. താങ്ക് യു. My God. ചന്ദനക്കാറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ സോങ്. മോൾക്ക് തകർക്കാൻ പറ്റിയ പാട്ടാ. Thank Rock you, on. sir. Thank you. ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ. ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ. ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ.
താങ്ക് യു. ശ്രീകുട്ടി യെസ് സർ. ഇങ്ങനെയൊക്കെ പാടിയ ദൈവം കണ്ണു തുറക്കും കേട്ടോ. ഇതിൽ ചോദിക്കുന്നില്ലേ കണ്ണു തുറക്കുവോ എന്ന് അല്ലേ? തുറക്കുന്നു, സംശയമില്ല. എന്ത് രസമായിട്ടാ പാടിയിരിക്കുന്നത്. താങ്ക് യു. ഇമോഷൻ വേണ്ട മ്യൂസിക്കാലിറ്റി അതെല്ലാം ചേരുമ്പോഴാണ് ഈ പാട്ട് വരുന്നത് അല്ലേ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ? യെസ് സർ. അപ്പൊ അതൊരു ചലഞ്ചാണ്. നമുക്ക് അതിനകത്ത് ആ സങ്കടം കൂടി, ഒരു നേരിയ ഒരു സങ്കടം, എവിടെയോ ഒരു സങ്കടം, അത് നമ്മളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. പക്ഷെ അതേസമയം ജീവിതം ഇങ്ങനെ പോകുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് പാട്ട് വരുന്നത്. അത് രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സർ. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഇടം അത് ഏതായിരിക്കും? ഫ്ലൈറ്റ് എവിടെയാണ് ടേക്ക് ഓഫ് ചെയ്തത്? അനുപല്ലവി. യെസ്, ഓർത്തിരുന്നു നിന്നെ. ഓർത്തിരുന്നു നിന്നെ. അവിടെയാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തത്. മറ്റേത് ഇപ്പൊ ടേക്ക് ഓഫ് ചെയ്യും നമ്മളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണ്, കൊതിപ്പിച്ചു കൊതിപ്പിച്ച് ഇങ്ങനെ ഇരുത്താണ്. അങ്ങനെ ചില സമയത്തുണ്ടല്ലോ ആ മിഡ്ഫീൽഡിൽ കൊണ്ട് പാർക്ക് ചെയ്യും. എന്നിട്ട് പിന്നെ എപ്പോ എടുക്കുന്നത് നമുക്ക് അറിഞ്ഞൂടാ. അത് ക്യാപ്റ്റന് തോന്നണം. അപ്പൊ ഈ ക്യാപ്റ്റൻ തോന്നുന്നത് ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നപ്പോഴാണ് പെട്ടെന്ന് ഓർത്തിരുന്നു അവിടെ ടേക്ക് ഓഫ് ആണ്. അതിനൊരു കൈയടിയാണ് കേട്ടോ. അത് പാടി കേൾപ്പിക്കാൻ വന്നോടെ. ഓർത്തിരുന്നു നിന്നെ, കാത്തിരുന്നു ഞങ്ങൾ, സ്നേഹമേ നീ മാത്രം വന്നതില്ല. സ്നേഹം എങ്ങനെ വരാതിരിക്കും ഇങ്ങനെയൊക്കെ പാടി കഴിഞ്ഞാൽ? താങ്ക് യു. നമുക്ക് കുറെ വാവ് മൂമെന്റ്സ് വേണം. എന്ത് മൂമെന്റ്സ് വേണം? വാവ് എന്ന് പറയുന്നത് നമുക്ക് തോന്നണം മനസ്സിൽ. അങ്ങനെയുള്ള കുറെ മൂമെന്റ്സ് ഒരു പാട്ടിൽ വരുമ്പോഴാണ് ഇത് ഗംഭീരം തോന്നണം. അങ്ങനെ ക്യാപ്റ്റൻ ഒരുപാട് സ്ഥലത്ത് തോന്നിയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്, ചാടിപ്പോയി പേപ്പറിന്റെ അകത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. അത്ര ഇഷ്ടപ്പെട്ടിട്ടാണ്. അതാണ്. അപ്പൊ അത് കണ്ടപ്പോ എനിക്കത് അതാണ് ഒരു മ്യൂസീഷ്യൻ അങ്ങനെയാണ് എപ്പോഴും. നമ്മുടെ കുഞ്ഞുങ്ങൾ പാടുമ്പോ അത് ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പൊ കോസ്റ്റ്യൂം എലഗൻസ്, ഇമോഷൻസ് ഇൻ ദ സോങ് എലഗൻസ്, സംഗതികൾ ചില സ്ഥലത്ത് എലഗൻസ്, യുവർ ഇൻവോൾവ്മെന്റ്. അത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ കുഞ്ഞിന് ആ ഇൻവോൾവ്മെന്റ് എന്നുള്ളത് അവിടെ നിന്നാണ് ഇവോൾവ് ചെയ്യുന്നത് കേട്ടോ. ദാറ്റ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. വെരി വെരി നൈസ്. ഓക്കെ, നല്ല പെർഫോമൻസ് ആയിരുന്നു ശ്രീകുട്ടി. ഐ ക്യാൻ സീ ദ പ്രോഗ്രസ്. ഓരോ പ്രാവശ്യം സ്റ്റേജിൽ വന്ന് പെർഫോം ചെയ്യുമ്പോഴും ആ ഒരു മാറ്റം ഇങ്ങനെ നല്ല രസമായി മെച്യൂർ ആവണത് കാണുന്നുണ്ട് പല ആസ്പെക്റ്റില്. കുഞ്ഞു സ്ഥലത്ത് ഇങ്ങനെ ഒരു ക്ലാരിറ്റി കുറവ് വന്ന പോലെ തോന്നിയുള്ളൂ. പിന്നെ എല്ലാം മറന്നു. ആക്ച്വലി ആ അനുപല്ലവി കയറിയപ്പോഴത്തേക്കും എല്ലാം ഇങ്ങനെ മറന്നു. അങ്ങനെ ഹായ് എന്ന് പറഞ്ഞിട്ടിരുന്നു. ഞാൻ എം ജെ സാറിനെ നോക്കി, എം ജെ സാർ എന്നെ നോക്കി, ഉണ്ണി സാറിനെ നോക്കി, ഉണ്ണി സാർ എന്നെ നോക്കി. നമ്മൾ പറഞ്ഞു ഹായ്, പോരെ ഇത് പോരെ ഒരു പെർഫോമൻസില്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ശ്രീകുട്ടി, ഹായ് സർ. ഒരു 8th സ്റ്റാൻഡേർഡ് ഗേൾ singing like a 20-year-old girl. Thank you so much, Such sir. a maturity in your singing. Thank you so much. അതായത് ഈ പാട്ട് ഉൾക്കൊണ്ട് പാടണല്ലോ. അപ്പൊ ആ പാട്ടിൽ ഒരു പ്രത്യേക സുഖമുണ്ടായിരുന്നു. ഞാൻ ആ ഷേക്കുട്ടീനെ നോക്കാണ്ട് തന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. പാട്ട് വോയിസിന്റെ സുഖം, പിന്നെ സംഗതികളിലെ പെർഫെക്ഷൻ. ചില 1-2 സംഗതികൾ മാത്രമേ ചെറുതായിട്ടൊന്ന് സ്ലിപ്പ് ചെയ്ത് പോയിട്ടു. പക്ഷെ അത് ദാറ്റ്സ് നെഗ്ലിജിബിൾ ആക്ച്വലി. അതായത് ഒരു 8th സ്റ്റാൻഡേർഡ് ഗേൾ ഇങ്ങനെ പാടാൻ പറ്റുമോ എന്നുള്ളത് നമുക്കൊരു ചിന്ത എപ്പോഴും പോകും. അത്രയും. പക്ഷെ അതൊരു സൂപ്പർ പെർഫോമൻസ്. Thank you. And you got one of the best songs also. Yes. Which you could deliver it so well. Thank you so much, sir. Okay. Beautifully rendered. Keep up. Thank you. ഇനിയും ഉയരങ്ങൾ കീഴടക്കണം. Thank you so much. ഓക്കെ. ശരിക്കുട്ടി, വേറൊരു ചോദ്യം കൂടെ. ഇപ്പൊ ഈ ഏജിലൊക്കെ കുട്ടികൾ സാധാരണ ഇപ്പോഴത്തെ ട്രെൻഡി സോങ്സ് ഒക്കെയാണല്ലോ അധികം കേൾക്കുക. മോൾക്ക് ഇങ്ങനെ ഈ ഓൾഡ് സോങ്സ് ഒക്കെ ഇഷ്ടമാണോ? അതോ റിയാലിറ്റി ഷോയിൽ വന്നിട്ട് മാത്രമാണോ ഇങ്ങനത്തെ പാട്ടുകൾ പാടുന്നത്? മാത്രമാണ് ശരിക്കും. ഞാനിപ്പോ കൂടുതൽ ഞാൻ ഇങ്ങനെ ലേറ്റസ്റ്റ് സോങ്സിന്റെ ഒരാളാണ്. അപ്പോ എനിക്ക് ഈ സോങ് കിട്ടിയപ്പോ ഞാൻ മുന്നേ കേട്ട പാട്ടാണ്. അപ്പൊ ഞാൻ ഇത് പഠിച്ചു വന്നതാ. ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാ? എനിക്ക് ഘർമോരെ പരദേശിയ ഇഷ്ടമാണ്. ഞാൻ എല്ലായിടത്തും പാടാനുള്ള ഒരു പാട്ട്. ഞാൻ ശ്രേയ എടുത്ത് പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെ ഒരു ശ്രീയ ഉണ്ടെന്ന്. താങ്ക് യു സോ മച്ച് സർ. ഇപ്പോഴാണ് ശരിയായ സന്തോഷം. ശ്രേയ കാണണോ മാർക്ക് വേണോ? ഉണ്ടെങ്കിൽ ശ്രേയനെ കാണണം. മാർക്ക് വേണ്ട. ഷുവറാണോ? അപ്പൊ അമ്മയുടെ ചോദിക്കട്ടെ, മാർക്ക് വേണ്ടെന്ന് പറയുന്ന കേട്ടോ. സർ മോളുടെ ഇഷ്ടം. അപ്പൊ ഇന്ന് മാർക്കില്ല കേട്ടോ. കാണിക്കും. പക്ഷെ ശ്രേയ ചേച്ചിനെ കാണോ? ബൈ ബൈ, ഗുഡ് നൈറ്റ്. ആരെങ്കിലും മാർക്കില്ല സന്തോഷമായിട്ട് പോയിട്ടുണ്ടാവോ? വേണ്ട, ഞാൻ ഇവിടെ തന്നെ ശ്രേയ ചേച്ചിനെ കാണണ്ട? അല്ലല്ല, അത് കാണും. അത് ഉറപ്പാണ്, എപ്പോഴായാലും കാണും. എം ജെ ഞങ്ങൾ വിചാരിച്ച പെട്ടെന്ന് പറ്റും. അതിന് എന്റെ സഹായം ഒന്നും വേണ്ടെന്ന്. അല്ലല്ല, സാറിന്റെ സഹായം വേണം. ഞാനെന്താ സഹായിക്കാൻ? അല്ല, മാമിന്റെ മെയിൻ ഗുരു അല്ലേ. അപ്പൊ ഗുരു
ഞാനാ ശ്രേയൊന്നും കേൾക്കണ്ട കേട്ടോ. അപ്പൊ മാർക്ക് വേണ്ടേ? എനിക്ക് ഭയങ്കര ഇഷ്ടമായി പാട്ട്. താങ്ക് യു. അപ്പോ ഇന്ന് മോൾക്ക് ഞാൻ 98.5 ഔട്ട് ഓഫ് 100. താങ്ക് യു. ഓക്കെ, താങ്ക് യു. എൻജോയ് ദ ഡേ. ഓക്കെ ശ്രീകുട്ടി, അപ്പൊ ശ്രേയ ചേച്ചിനെ നമുക്ക് എന്തായാലും കാണാം. കാണാം. Okay? നമുക്ക് എംജെകളോട് പറയാം. ടാറ്റാ. ആര്യ ചേച്ചി, ഓ ഇനി നമ്മുടെ ഫേവറേറ്റ് റൗണ്ട് വന്നിരിക്കുന്നു. ഏതാണത്? ഡ്യുവറ്റ്. അതെ, പെർഫോമൻസ് റൗണ്ട് ആണ് വന്നിരിക്കുന്നത്. ആരൊക്കെയാണ് വരാൻ പോകുന്നത്? എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള രണ്ടാൾക്കാരാണ് വരാൻ പോകുന്നത്. നമ്മുടെ റിയാൻ കുട്ടൻ ആൻഡ് കുഞ്ഞാറ്റ. Yes. ഹലോ. ഹായ്. ഹായ്. ക്യാപ്റ്റൻ, ഓ എന്തൊരു സുന്ദരാണല്ലേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ അയ്യോ, വന്നിരിക്കുന്നത് കാണുമ്പോ. ഭയങ്കര രസമുണ്ട് കേട്ടോ. താങ്ക് യു സാർ. നല്ല ഭംഗിയുണ്ട് രണ്ടുപേരുടെയും കോസ്റ്റ്യൂം കാണാൻ വേണ്ടിട്ട്. താങ്ക് യു ചേച്ചി. ഒരു സുന്ദരി ഒരു സുന്ദരൻ വന്ന് നിക്കുന്നു ഇവിടെ. മുമ്പാടാ. താങ്ക് യു. റിയാൻ കുട്ടോ, സ്റ്റൈലാന്ന്. എന്തോ സാർ. എന്നാ വിശേഷം? നല്ല വിശേഷം തന്നെയാ സാറേ. ഇങ്ങനെ പോന്നു. ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ പോയാ പോരാ, നന്നായിട്ട് പോണം. ആ, നന്നായിട്ട് പാട്ട് പാടിയൊക്കെ പോന്നു. ആ, സാറേ, ഇന്നലെ രാത്രി ഉണ്ടല്ലോ, ഉം. നാദം എന്ന് പറയുന്ന ഒരു മ്യൂസിക്കൽ സ്ഥലം ഉണ്ടായിരുന്നു. തബലയും ഗിറ്റാറൊക്കെ പഠിപ്പിക്കുന്ന. അവിടെ ഒരു പുതിയൊരു ബിൽഡിംഗ് തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് എന്നെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു. അവിടെ നങ്ങുവാനക്കോണില് പാടി കൊറേ ചോക്ലേറ്റ് ഒക്കെ കൊടുത്ത് കുട്ടികൾക്ക്. അവിടെ മധുരമഴ പെയ്തോ? ആ, മധുരമഴയൊക്കെ പെയ്തു. അയ്യോ, പിന്നെ എനിക്ക് 4 ചോക്ലേറ്റ് കിട്ടി ഗിഫ്റ്റ് ആയിട്ട്. 4 ഗിഫ്റ്റ് ആയിട്ട്. റിയാൻ കുട്ടൻ ഒരു ഭയങ്കര സെലിബ്രിറ്റി ആയി മാറിക്കഴിഞ്ഞു. ആ, സാറേ, ആ. എന്റെ സോനാരെ കേട്ടിട്ട് ആരെങ്കിലും വിളിച്ചോ? എത്ര പേരെ? എത്ര പേരാ വിളിച്ച്? ഒരാളാണോ രണ്ടാളാണോ? എത്ര പേരാ പറയുന്നത്? റിയാൻകുട്ടനെ പോലെ റിയാൻകുട്ടന് മാത്രമല്ലേ പാടാൻ പറ്റൂ. ആ, എന്ത് രസമായിട്ടാണ് അത് പാടിയത് അല്ലേ ഉണ്ണിച്ചേട്ടാ? അയ്യോ, ഭയങ്കര അൺബിലീവബിൾ. താങ്ക് യു സാർ. ഞാൻ റിയാൻകുട്ടൻ ഫാനുമാണ്. അതുപോലെ നമ്മുടെ കുഞ്ഞാറ്റ കുഞ്ഞാറ്റക്കുട്ടി. ഓക്കെ. കുഞ്ഞാറ്റ ഒന്നും മിണ്ടാതിരിക്കായിരുന്നു. കുഞ്ഞാറ്റ കിളി. കുഞ്ഞാറ്റ കിളി. കുഞ്ഞാറ്റ ഒന്നും മിണ്ടാത്തെ? എന്തോ ഇനി പുതിയ കുഞ്ഞാറ്റയുടെ വിശേഷങ്ങളൊക്കെ കേൾക്കാം അല്ലേ? അതെ. യെസ്, പറയൂ. പുതിയ പുഡിങ് വല്ലതും ഉണ്ടാക്കിയ? ഇല്ല. ഒന്ന് ട്രൈ ചെയ്തൂടെ ഇടയ്ക്ക്? സാൻഡ്വിച്ച് ട്രൈ ചെയ്തു. എന്നിട്ട് എന്തായി? കൈ പൊള്ളിയാ? ചീസൊക്കെ വെച്ചിട്ട് കുറച്ച് പ്രോട്ടീൻ ആവാൻ വേണ്ടിട്ട് ഉപ്പ് കൂടി പോയെന്നുള്ളൂ. ബാക്കിയെല്ലാം അടിപൊളിയായി. അടിപൊളിയായിരുന്നു. ആരാ അത് കഴിച്ചു നോക്കിയത്? ചേട്ടനായിരിക്കും. ഞാൻ തന്നെയാണോ? സ്വയം. ചേട്ടനാണോ? ചേട്ടൻ കഴിച്ചില്ല. അപ്പൊ ഇന്ന് ഏതാണ് പാട്ട്? ജുംബ ജുംബ. ജുംബ 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 ജുംബ. എൻജോയ് സാർ ഭയങ്കര കോമഡിയാണ്. കോമഡിയാണോ? അപ്പൊ കുറച്ചുകൂടെ കോമഡി. സാർ ഇപ്പൊ കോമഡിയുടെ മാസ്റ്റർ ആയോ? നമ്മൾ പഠിപ്പിച്ചു കൊടുത്തു കുറച്ച് കോമഡി. അതെ. ഞാൻ പഠിപ്പിച്ചു കൊടുത്തു എം ജെ സാറിന്. എന്റെ ദൈവമേ. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു 5-6 കിലോ കോമഡി വാങ്ങിച്ചോണ്ട് വന്നു. കോമഡി വായിച്ചോണ്ട് വന്നു. സഞ്ചിയിൽ മേടിച്ചു കൊണ്ടുവന്നു. മതി 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 മതി. കുഞ്ഞാറ്റസ് എന്തോ ഒന്നും പറയുന്നില്ലല്ലോ. ഒന്നും ആ പറയാ. സാൻഡ്വിച്ച് കഴിച്ചതിന് ശേഷം അങ്ങനെയാണ്. ഒരു മാറ്റം കുഞ്ഞാറ്റയ്ക്ക്. നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കി കൊണ്ടുവരുമോ? ഉണ്ടാക്കാം. എനിക്ക് Please, ഉണ്ടാക്കി please, നമുക്ക് കൊണ്ടുവരൂ, എല്ലാവർക്കും. ആ, കൊണ്ടുവരാം. ഫോർ ദ ഹോൾ ടീം. കുറച്ചെങ്കിൽ ഉണ്ടാക്കോ? കുറച്ച് നമുക്ക് ഉണ്ടാക്കോ? കഴിച്ചു നോക്കാം. വേണമെങ്കിൽ അത് ഞാൻ സ്പോൺസർ ചെയ്യാം. ആ. ഓക്കെ ഓക്കെ. റൈറ്റ്. പക്ഷെ ഉണ്ടാക്കുന്നവരാ? കുഞ്ഞാറ്റ. കുഞ്ഞാറ്റ. സുഭദ്ര. ചേട്ടന്റെ മുഖം നോക്ക്. അതെ. കഴിച്ചത് Agreed അല്ലേ? ആ, പ്രോമിസ് എന്ന് പറഞ്ഞാൽ പ്രോമിസ് ആയിരിക്കണം. എനിക്കുണ്ടല്ലോ. പ്രോമിസ് ഇല്ല, എന്നാലും ചെറിയ പ്രോമിസ്. ഓ, അത്രയ്ക്കും പ്രോമിസ് ഇല്ല. അതെന്താണ്? ശ്രമിക്കാം. ശ്രമിക്കാം. റിയാൻകുട്ടൻ എന്തോ പറയുന്നുണ്ട്. എന്താന്നറിയോ, ഞാനിപ്പോ രാത്രി ഉറങ്ങുമ്പോ ചില ദിവസമൊക്കെ സ്വപ്നം കണ്ടോണ്ടിരിക്കുന്ന ടോപ്പ് സിംഗറിനെയാ. ആണോ? അപ്പൊ എന്തൊക്കെ കാണും? ഞാൻ കാണും, ഞാനിപ്പോ ഇങ്ങനെ ഇന്നിയറും വെച്ച് ഹെഡ്ഫോണും വെച്ച് മൈക്കൊക്കെ പിടിച്ച് ഇങ്ങനെ വർത്താനം പറയുമ്പോ ആര്യ ചേച്ചി വന്നിട്ട് ചോദിക്കും, നിനക്ക് ഇഷ്ടപ്പെട്ട എപ്പിസോഡ് പറ, വേഗം പറ എന്ന് പറയും. അന്നേരം ഞാൻ പറയും കായാമ്പൂ കണ്ണിൽ വിടരും. അയ്യോ, അതാ സ്വപ്നം. അപ്പത്തേക്കും അവൻ എണീച്ചു. എന്നെ സ്വപ്നം കാണുന്ന ഒരാള്
സന്തോഷായി. താങ്ക് യു രേഖുട്ടാ, താങ്ക് യു. കുഞ്ഞാറ്റാ, എന്തോ നമ്മുടെ പാട്ടിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞേ. ഫിലിം നാടോടി, ഉം. വർഷം 1992, മ്യൂസിക് SP വെങ്കടേഷ് സാർ, ഉം. ലിറിക്സ് ONV സാർ, പാടിയത് ചിത്രാമ്മയും മലേഷ്യ വാസുദേവൻ സാറും. മലേഷ്യ വാസുദേവൻ സാറ് ഒരുപാട് പാട്ടുകളൊന്നും പാടിയിട്ടില്ല മലയാളത്തില്. അദ്ദേഹത്തിന് ഭയങ്കര ബ്യൂട്ടിഫുൾ സോങ്സ് ഉണ്ട് തമിഴില്. ലെജൻഡറി ആണ് അദ്ദേഹം, അല്ലേ ഉണ്ണിച്ചേട്ടാ? യെസ് യെസ്, ആ. ഒരുപാട് എസ്പെഷ്യലി ഇളയരാജ സോങ്സ് ബ്യൂട്ടിഫുൾ സോങ്സ് ഉണ്ട്. ഓൾ സൂപ്പർ ഹിറ്റ്സ് ആണ്. എന്റെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അച്ഛൻ പറഞ്ഞു തന്നോ ഇതൊക്കെ? ആ കുഞ്ഞാറ്റയ്ക്ക് അറിയാമോ അദ്ദേഹത്തിനെ കുറിച്ച്? ആ, അപ്പൊ റിയാങ്കുട്ടാ, എന്തോ കുഞ്ഞാറ്റാസ്, എന്തോ ഇതൊരു സൂപ്പർ കോംബോ ആണ് കേട്ടോ. താങ്ക് യു സാർ. അൾട്ടിമേറ്റ് കോംബോ ആണ്. മോഹൻലാലാണ്. മോഹൻലാലേട്ടാണ്. ലാലേട്ടനാണ്. മോഹൻലാൽ സാർ ഉണ്ടല്ലോ, എന്റെ ഫേവറേറ്റ് ആക്ടറാ. അപ്പൊ പാട്ട് പാടാം. കേൾക്കാം അല്ലേ? പാടാം. ഓക്കെ, ഓക്കെ, ഓൾ ദ All ബെസ്റ്റ് the രണ്ടുപേർക്കും. താങ്ക് യു. Bye-bye. സൂപ്പർ ആവട്ടെ. താങ്ക് യു. ജുംബ 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 തമ്പ്രാന്റെ മഞ്ചൽ മൂളി താഴോട്ട് പോരുന്നുണ്ടേ, പോലോത്തെ തമ്പ്രാനാണേ, ചേലൊത്ത തമ്പ്രാട്ടിയും ചാം ചക്ക 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 ചാം ചക്ക 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 ചക്ക. ജുംബ 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 ജുംബ. മാനോടും താഴ്വാരത്തെ മാളോരെ നൃത്തം കണ്ടേ, തമ്പ്രാനും തമ്പ്രാട്ടിയും കന്തോളം കൂടുന്നുണ്ടേ. ചാം ചക്കം കിച്ചക്കം 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 ചാം ചക്കം കിച്ചക്കം കിച്ചക്കം ചച്ചക്ക് ചക്ക. പൂമാനം മേലെ പൂക്കുട പോലെ മാനം മയിലുമൊത്തു മേഞ്ഞു നടന്നേ, കാട്ടാറിൻ പാട്ടും കേട്ടു വളർന്നേ നീ, പാട്ടു പാടുമ്പം കാട്ടു തെനിമ്പം. ആടാറു മാസം നീ അലഞ്ഞില്ലേ, കാട് കണ്ടു നട്ട് കാത്തിരുന്നില്ലേ, നീ വന്ന് കണ്ടോ നീർക്കിളികൾ പാടി, നീലമാനത്ത് നീർമുകൾ മൂടി. കാടുനിതൊരു ചന്ദനപ്പട്ടിത് കാലുമിക്കിളി നിന്നെ ഉടുപ്പിച്ച് പാടിയും ആടിയും ഇല്ലത്തു കൂടുന്നതാരാണാരോ. ചാം ചക്കം കിച്ചക്കം കിച്ചക്കം ചാം ചക്ക കിച്ചക്ക കിച്ചക്ക കിച്ചക്ക. ജുംബ 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 ജുംബ.
ജുംബ 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 തമ്പ്രാന്റെ മഞ്ചൽ മൂളി താഴോട്ട് പോരുന്നുണ്ടേ പോലത്തെ തമ്പ്രാനാണേ ചേലൊത്ത തമ്പ്രാട്ടിയും ചം ചക്കം കിച്ചക്കം കിച്ചക്കം കിച്ചക്ക ചം ചക്ക 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 ചം ചക്ക 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 കിച്ചക്ക ചം ചക്ക 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 ചക്ക. താങ്ക് യു. ഭയങ്കര ഡിഫിക്കൽട്ടാണ് അത് പാടാൻ. ചാംചക്ക. ചാം ചക്ക 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 ചാം ചക്ക ചക്ക. അങ്ങനെ പാടിയില്ലേ? അതൊരു സ്ഥലത്ത് റിയാൻകുട്ടൻ തകർത്തി. തകർത്ത് Thank you, sir. തകർത്ത് തകർത്ത് തരിപ്പണമാക്കി. അതെ Thank you, sir. നമ്മുടെ കുഞ്ഞാറ്റയാണെങ്കിൽ ചക്ക എന്നാണ് പാടുന്നത്. അതെ. പക്ഷെ നമ്മുടെ റിയാൻ കുട്ടനാണെങ്കിൽ ചക്കാം എന്നാണ് ചക്കാം. പാടുന്നത്. അത് രണ്ട് രീതിയിലാണ്. കുഞ്ഞാറ്റ എന്തൊക്കെയാണെന്ന് ചക്കയുടെ ഒരു വേരിയേഷൻസ് കുറെ വേരിയേഷൻസ് ഉണ്ടായിരുന്നില്ലേ ചക്കായ്ക്ക് പല രീതിയിൽ. അതൊന്ന് ഓരോന്നും കാണിക്കാമോ? ചാം ചക്ക 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 ചാം ചക്ക 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 ചക്ക. ഓ പലതരം ചക്കകളാണ്. അപ്പൊ എങ്ങനെയാണ് റിയാൻ കുട്ട? ചക്കാം ചാം ചക്കാം കിച്ചക്കാം 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 ചാം ചക്കാം ചക്ക ചക്ക ചക്ക. ആയ്. ആ, Thank you, sir. ഇത് കഴിഞ്ഞിട്ട് അടുത്തൊരു വേരിയേഷൻ ഉണ്ടല്ലോ കുഞ്ഞാറ്റ. ചക്ക. അത് രണ്ടുപേരും കൂടെ ആടിച്ച് പൊളിച്ചു കേട്ടോ. Thank you, sir. ഒരു രക്ഷയില്ല റിയാൻ കുട്ട. Thank you, sir. റിയാൻ കുട്ടനാണെങ്കിൽ മൊത്തം എഫേർട്ട്ലെസ് ആയിട്ടാണ് പാടുന്നത് കേട്ടോ. അതെ. Thank you, sir. ആ ഇതൊക്കെ എന്തോന്ന്, ഇതൊക്കെ പുഷ്പം എന്ന് പറഞ്ഞ പോലെയാണ് പാടുന്നത്. സിമ്പിൾ. സിമ്പിൾ. കുഞ്ഞാറ്റാണെങ്കിൽ ഇതൊക്കെ എന്തോന്ന് എന്നുള്ള രീതിയിലാണ് കുഞ്ഞാറ്റ പാടുന്നത്. താങ്ക് യു സർ. ആ അതെനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം രണ്ടുപേരും കൂടെ അവിടെ നിൽക്കുന്നു. അതുപോലെ കുഞ്ഞാറ്റ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു എലിമെന്റ് എന്ന് പറയുന്നത് ആ പെർഫോമൻസ് ചെയ്തില്ലേ, അപ്പൊ അവന്റെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഭയങ്കര സ്നേഹത്തിൽ അത് ചെയ്തില്ലേ, അത് ശരിക്കും ഗംഭീരം. താങ്ക് യു സർ. താങ്ക് യു. പിന്നെ അനുപലവും ചരണം ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇതിന് പ്രത്യേകിച്ച് മ്യൂസിക്കലായിട്ട് ഒന്നും പറയാനില്ല. കാരണം അതെല്ലാം കൃത്യമായിട്ട് കൃത്യമായിട്ട് രണ്ടുപേരും കൂടെ പാടിയിരിക്കുകയാണ്. താങ്ക് യു സർ. ഓക്കെ. റിയാൻകുട്ടൻ കുഞ്ഞാറ്റക്കുട്ടി എന്തോ ഗംഭീരാക്കി, രണ്ടാളും കൂടി കളർഫുൾ ആക്കി, താങ്ക് യു സർ. കളറാക്കി. Thank you, sir. ഡാൻസും ഒന്നും പറയണ്ട. താങ്ക് യു സർ. റിയാൻകുട്ടനൊക്കെ എന്താ സംഭവമാണ് കേട്ടോ, ഭയങ്കര സംഭവമാണ്. Thank you, sir. കുഞ്ഞാറ്റക്കുട്ടി ആ വേരിയേഷൻസ് ഓഫ് എഫക്ട്സ് ഇല്ലേ, ആ ചിത്ര അനവധി എഫക്ട്സ് പാടിയിട്ടതില് ഓരോന്നിലും ഷൈൻ ചെയ്തു കുഞ്ഞാറ്റ. താങ്ക് യു സർ. നന്നായിരുന്നു, വളരെ നന്നായിരുന്നു. താങ്ക് യു. കുട്ടൻ പറഞ്ഞ മാതിരി തന്നെ ഒന്നും പറയാനില്ല. താങ്ക് യു സർ. വെരി കളർഫുൾ, സ്പെക്ടാക്കുലർ. താങ്ക് യു സർ. ഗുഡ് ലക്ക്. താങ്ക് യു. എന്റെ റൈറ്റും എന്റെ ലെഫ്റ്റും പറഞ്ഞത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഒത്തിരി ഇഷ്ടപ്പെട്ടു. താങ്ക് യു. താങ്ക് യു മാം. അപ്പൊ ഫസ്റ്റ് പെർഫോമൻസ് നിന്ന് 8th പെർഫോമൻസിലേക്ക് എത്തുമ്പോഴുള്ള ആ ഒരു പ്രോഗ്രസ് കാണാനുണ്ട്, എല്ലാവർക്കും കാണാനുണ്ട്, നിങ്ങൾക്കും കാണാനുണ്ട്. വിച്ച് ഇസ് എന്താ പറയാ, ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ് അത് കാണാൻ വേണ്ടിയിട്ട് തന്നെ കേട്ടോ. Thank you, ചേച്ചി. ആ ഒരു സ്റ്റേജ് ഫിയർ മാറി, കോൺഫിഡൻസ് കൂടി, പിന്നെ ഡ്യുവറ്റ് ആയിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ പെർഫോം ചെയ്തു. നല്ല മോഡുലേഷൻസ് വരുന്നു. താങ്ക് യു ചേച്ചി. എനിക്ക് അത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. താങ്ക് യു. അപ്പൊ ഇനി ഒന്നും പറയാൻ തോന്നുന്നില്ല. Thank you, ചേച്ചി. ഓക്കേടാ മക്കളെ. MJ സാറേ, ഓ ബിനിച്ചേട്ടൻ വൈക്കേണ്ടേന്റെ ഒരു പാട്ട് പാടിയില്ലേ, ആ നിന്റെ കണ്ണിലൂടെ ഞാൻ കണ്ടു എന്ന് പറഞ്ഞിട്ടുള്ള ആ ആ കായാമ്പുവിന് എന്റെ സർപ്രൈസ്. ആ ആ പാട്ട് ശരിക്കും പ്രവീണ ടീച്ചർ ട്യൂൺ ചെയ്തതാ. ആണോ? ഓ. പ്രവീണ ടീച്ചർ ട്യൂൺ ചെയ്ത പാട്ടാണ് അതെ സാറേ. അത്. ഗംഭീരായിരുന്നല്ലോ. അപ്പൊ പ്രവീണ ടീച്ചറിന്റെ അടുത്ത് പറയണേ, ആ ആ അങ്കിൾ സൂപ്പർ ആണെന്ന് പറഞ്ഞു എന്ന് പറയണേ. ഓക്കെ സാർ. ആ പ്രവീണ ടീച്ചറിന്റെ അടുത്ത് ഹായ് 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 ഹായ്. ഇനിയിപ്പോ മാർക്ക് എന്ന് പറയണതാണല്ലോ ഒരു വലിയൊരു പ്രശ്നം. എനിക്ക് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ട്. ആരാ അത്? ആരായിരിക്കും? റിയാൻകുട്ടനറിയോ? അറിയാം, ആരാ? തീർത്ഥ ചേച്ചി. ആ എന്റെ ക്ലാസ്മേറ്റ് ആണ് ഓ, തീർത്ഥ. ആണോ? ഹായ് തീർത്ഥ ചേച്ചി. ഹായ്. എനിക്ക് ആദ്യമായിട്ടാ എന്റെ സ്കൂളിൽ നിന്ന് ഒരാൾ വരുന്നത്. എന്റെ എനിക്ക് KG മുതൽ അല്ലേ, 1st സ്റ്റാൻഡേർഡ് ടു 10th സ്റ്റാൻഡേർഡ് ഒരുമിച്ചിട്ട് ഒരേ സ്കൂളിൽ പഠിച്ചത്. സിംഗറാണോ? അല്ല. അപ്പൊ ആദ്യമായിട്ട് എന്റെ സ്കൂളിൽ നിന്ന് ഒരാൾ വന്നുകൊണ്ട് എനിക്ക് ഒരുപാട് 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 സന്തോഷമുണ്ട്. ഷീസ് വർക്കിംഗ് ഹിയർ കൊച്ചി ആൻഡ്
റിയാൻ കുട്ടന്റെ എന്റെ അച്ഛന്റെ കസിനാ. അച്ഛന്റെ കസിനാണ്. ഫസ്റ്റ് കസിൻ ആണ്. ഫസ്റ്റ് കസിൻ. എവിടെ വർക്ക് ചെയ്യുന്ന തീർത്ഥ? ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്. Info Park. വളരെ സന്തോഷം തീർത്ത. Nice to have you here. താങ്ക് യു സോ മച്ച്. Okay. അപ്പൊ മാർക്കറിയാം. ആ സാറേ, ഓ എനിക്കൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോ. ഞാനുണ്ടല്ലോ ഒരു ദിവസം ഭക്ഷണം കഴിക്കാൻ പോയപ്പോ ഇല്ലേ, ഉം. ആ വെയിറ്റർ വന്നിട്ട് പറഞ്ഞു, റിയാനെ ഞാൻ കാണാറുണ്ട്, ഞാൻ ടി വിയിൽ കാണാറുണ്ടെന്ന് പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. ആഹാ, ഭയങ്കര ഹാപ്പി ആയില്ലേ റിയാൻ കുട്ടൻ? ആ യെസ്. ഇനി എന്തൊക്കെ നടക്കാൻ പോണു? ആ ഇതൊക്കെ ചെറുത്. അതെ. അതാരാ അത്? ഇപ്പൊ നടക്കാൻ അനിയത്തി. പോകുന്ന കാര്യം ഇനിയിപ്പോ ആരോടൊക്കെ പറയും? ഇനി ഞാൻ നിങ്ങളോട് എല്ലാരോടും പറയും. ആ എന്തിപ്പോ എന്തെങ്കിലും നടന്നാലോ? ആ ഇനി നടന്നാല് നടന്നാലോ? ഓക്കെ. ഇപ്പൊ റിയാൻ കുട്ടനും സുഭദ്ര കുട്ടിക്കും കൂടി ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ മാർക്ക് തരണം. ആ എത്രയറിയോ? എത്രയാ? 100 out of 100. എന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു. ഇത് കഴിക്കണമെന്നോ? ആണോ? ആ ഇനിയിപ്പോ ഇത് ആരോടൊക്കെ പറയണം അല്ലേ? എല്ലാരോടും പറയണം. ആ ഇവിടെ ഒരു ചെറിയ മോള് ഭയങ്കര ഹാപ്പി ആയിട്ട് ചെറുതിന് മിഠായി മഴ ഭയങ്കര സന്തോഷം. ചിരിയുണ്ടോ? രണ്ടുപേരുടെ ആദ്യത്തെ ആ മുട്ടായി മഴയാണ് ഇപ്പൊ വന്നത്. താങ്ക് യു. ഇവിടെ ഒരാൾ നിക്കുന്നുണ്ടോ? ഇങ്ങനെ ഇനി എങ്ങനെ നടന്നു പോവും അവിടം വരെ? ഒരു ചാക്ക് കൊടുക്കൂ. വഴിയിലൊക്കെ വീഴും. ഒന്ന് നടന്നു നോക്കി അവിടം വരെ, നടന്നു നോക്കി. പൊക്കോ. അപ്പൊ അനിയത്തി കുഞ്ഞ് കറക്റ്റ് ആയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അതിന് മുന്നേ വേറൊരു കാര്യവും കൂടെ പറയാനുണ്ട് കേട്ടോ. നമുക്ക് ഇന്നൊരു സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മൾ പെർഫോമർ ഓഫ് ദ ഡേ എപ്പോഴും കൊടുക്കുന്നതല്ല, ഒരാൾക്ക് എന്തായാലും ഉണ്ടാവും. പക്ഷെ ഇന്ന് നമുക്കുള്ളത് പെർഫോമേഴ്സ് ഓഫ് ദ ഡേ ആണ്. ഓ. ഇവർ രണ്ടു രണ്ടുപേരും പേർക്കും. നമ്മുടെ പെർഫോമർ ഓഫ് ദ ഡേ ആയിരിക്കും. താങ്ക് യു. നമ്മുടെ കുഞ്ഞാറ്റയ്ക്കും റിയാൻ കുട്ടനും വെല്ലി വൈറ്റ് നൽകുന്ന ഒരു ഗിഫ്റ്റ് ഹാമ്പർ. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. Congrats. 100 out of 100 പെർഫോമേഴ്സ് ഓഫ് ദ ഡേ. താങ്ക് യു. കലക്കി. താങ്ക് യു. താങ്ക് യു. അപ്പൊ രണ്ടുപേർക്കും ടാറ്റ. താങ്ക് യു. അപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഒരുപാട് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നല്ല പ്രതീക്ഷയോടെ നമ്മൾ ഇന്നത്തെ എപ്പിസോഡ് തൽക്കാലത്തേക്ക് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നാളെ നമ്മൾ ഇതേ സമയം വീണ്ടും കാണും വരെ എല്ലാ പ്രേക്ഷകർക്കും ടാറ്റ ബൈ. സീ യു.